സോ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ സീരീസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. കാര്യമായിട്ട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെയാണ് ഞാനത് കണ്ടത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ സ്റ്റോറി എന്തായിരിക്കും എന്ന് ഏകദേശം മനസ്സിലായിരുന്നു. സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നോട്ട് ബാഡ്, കണ്ടിരിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞു സീരീസ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു ഫുൾ ലെങ്ത് സിനിമയുടെ അത്രയേ ഉള്ളൂ, 3 മണിക്കൂർ. പിന്നെ ആകെയുള്ളത് വെറും 30 മിനിറ്റ്സിൻ്റെ 6 എപ്പിസോഡ്സ് മാത്രമാണ്. അതുകൊണ്ട് വലിയ ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല, കാരണം ലാഗിനുള്ള സമയം പോലും ഇതിലില്ല. സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രവാസിയായിട്ടുള്ള ഒരാൾ നാട്ടിലേക്ക് വന്നിട്ട് വീട് പണിയും ലവ് മാരേജും കൂടെ എങ്ങനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ് കഥ. ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നീരജ് മാധവ്, അജു വർഗീസ്, ഗൗരി കിഷൻ എന്നിവരാണ് ഇതിലെ മെയിൻ ആക്ടേഴ്സ്. 3 പേരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിലെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിൽ ചിലരെ ആദ്യം വെറുപ്പിക്കലായി തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. സപ്പോർട്ടിംഗ് ആക്ടേഴ്സിൽ എനിക്ക് എടുത്തു നിൽക്കുന്നതായിട്ട് തോന്നിയത് ആൻ സലീമാണ്. പുള്ളിക്കാരുടെ പെർഫോമൻസ് നൈസായിരുന്നു. ടെക്നീഷ്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൈറ്ററും ഡയറക്ടറും വിഷ്ണു രാഘവ് തന്നെയാണ്. കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള മെസ്സേജൊക്കെ കൊടുക്കാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സീരീസ് ഇത്രയും ഷോർട്ടാക്കാനും ഓരോ എപ്പിസോഡിലും ചെറിയൊരു ക്ലിഫ് ഹാങ്ങറൊക്കെ വെച്ച് കുറച്ച് ക്യൂരിയോസിറ്റി കൊണ്ടുവരാനും പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ എനിക്ക് തോന്നിയത് ഹീറോ സെൻട്രിക് ആയിട്ടല്ല സീരീസ് എടുത്തിരിക്കുന്നതെന്നാണ്. ഹീറോ നീരജ് ആണെങ്കിലും മൂപ്പരുടെ ഒപ്പം തന്നെ നിൽക്കുന്ന സ്ക്രീൻ സ്പേസും ക്യാരക്ടർ ആർക്കും അജു വർഗീസിനും ഉണ്ട്. അതെനിക്കിഷ്ടമായി. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. തരക്കേടില്ല എന്ന് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ചില സ്ഥലത്തൊക്കെ ഭയങ്കര റെപ്പറ്റേറ്റീവ് ആയിട്ടായിരുന്നു എനിക്ക് BGM ഒക്കെ തോന്നിയത്. സിനിമാറ്റോഗ്രഫി കൊള്ളായിരുന്നു. എസ്പെഷ്യലി ദുബായിലെ പോർഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ. മൊത്തത്തിലൊരു കുഴപ്പമില്ലാത്ത സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ കാണുകയാണെങ്കിൽ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ശരി, ഞാനെന്നാൽ അടുത്ത പടം കണ്ടു വെച്ചും വരാം. ഓൾ റൈറ്റ്.